ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിനിടെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഒരു കാര്യം പറഞ്ഞത്. അതിതാണ്, കഴിഞ്ഞ 5 വർഷങ്ങളിൽ CPM സംസ്ഥാനത്തൊട്ടാകെ 2000-ഓളം വീടുകൾ നിർമ്മിച്ച് നൽകിയെന്ന്. 2019 CPM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് CPM അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ ആഹ്വാനമായിരുന്നു CPM ഒരു ലോക്കൽ കമ്മിറ്റി ഒരു വീടെങ്കിലും നിർമ്മിച്ച് നൽകണമെന്ന്. അത് ശിരസാവഹിച്ചുകൊണ്ടാണ് CPM കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏകദേശം 2000-ഓളം വീടുകൾ നിർമ്മിച്ച് നൽകിയത്. അതിൻ്റെ കണക്ക് CPM സംസ്ഥാന കമ്മിറ്റി തന്നെ പുറത്തുവിട്ടിരുന്നു. 1947 വീടുകളാണ് CPM നിർമ്മിച്ച് നൽകിയത്. ഇത് MV ഗോവിന്ദൻ മാഷ് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഗോവിന്ദൻ മാഷിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. സംസ്ഥാനത്ത് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഒപ്പം തന്നെ CPIM നല്ല രീതിയിൽ പ്രയത്നിച്ചു വരികയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഒരു ലോക്കലിൽ ഒരു വീടെങ്കിലും പാവപ്പെട്ട സാമ്പത്തിക ശേഷിയില്ലാതെ വീടെടുക്കാൻ പ്രയാസപ്പെടുന്ന, വീടില്ല എന്ന പ്രശ്നം ഒരു സ്വപ്നം പോലെ വീടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഞങ്ങളുടെ പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ 2019 തൃശ്ശൂർ സമ്മേളനത്തിൽ, അതിൻ്റെ പൊതുസമ്മേളനത്തിലാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഈ പ്രഖ്യാപനം തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി ഏതാണ്ട് 2000-ഓളം വീടുകൾ ഇതിനകം തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപൂർവം വീട് മാത്രമാണ് ഇനി പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത്. ഈ സംഭവം ഇന്നലെ തന്നെ ചർച്ചയായ കാര്യമാണ്. സമൂഹ മാധ്യമങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയത്താണ് KPCC 1000 വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞത്. ആ 1000 വീട്ടിൽ എത്ര വീട് എത്തിയെന്ന കാര്യം KPCCക്ക് പോലും അറിയത്തില്ല. അതുമാത്രമല്ല, കഴിഞ്ഞ വയനാട് മണ്ണിടിച്ചിലിനോടനുബന്ധിച്ചാണ് KPCC 100 വീട് പ്രഖ്യാപിച്ചത്. രാഹുൽ ഗാന്ധി 100 വീട് പ്രഖ്യാപിച്ചു. പിന്നെ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ 100 വീട് പ്രഖ്യാപിച്ചു. അതിനോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് 30 വീട് പ്രഖ്യാപിച്ചു. എന്നാൽ എത്ര വീട് കോൺഗ്രസ്സുകാർ തുടങ്ങിയെന്ന് കോൺഗ്രസ്സുകാർക്കും അറിയത്തില്ല, കർണാടക സർക്കാരിനും അറിയത്തില്ല. കർണാടക സർക്കാർ ഇത് പിൻവാങ്ങിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതിനിടയിൽ തന്നെയാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ CPM 2000-ഓളം വീടുകൾ നിർമ്മിച്ച് സാധാരണക്കാർക്ക് നൽകിയിട്ടുള്ളത്. ഈ നിർമ്മിച്ച് നൽകിയ വീടുകൾ ഇങ്ങനെ പറയുന്നത് പൊള്ളയായ അവകാശവാദമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ സാമൂഹ്യ മാധ്യമങ്ങൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. CPM അങ്ങനെ വീട് വെച്ച് നൽകിയിട്ടില്ലെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. വെറും തള്ളു മാത്രമാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കുള്ള മറുപടി ഓരോരോ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു പേജുണ്ട്, ഒരു ഫേസ്ബുക്ക് പേജുണ്ട്. ആ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് CPM സ്നേഹവീട് 2000 എന്നാണ്. ആ പേജിനകത്ത് കൃത്യമായിട്ട് കഴിഞ്ഞ 5 വർഷത്തിനിടെ CPM നിർമ്മിച്ച വീടുകളുടെ എണ്ണം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ മണിക്കൂറിനകം തന്നെ ഏകദേശം 400-ഓളം വീടുകളുടെ ലിസ്റ്റ് അവർ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, CPMൻ്റെ ജില്ലാ കമ്മിറ്റി പേജുകളിനകത്തും അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമ പേജുകളിനകത്ത് പോയി കഴിഞ്ഞാൽ ഓരോ ജില്ലാ കമ്മിറ്റിയും ഓരോ ഏരിയ കമ്മിറ്റിയും ചിലപ്പോൾ ലോക്കൽ കമ്മിറ്റികളും കനിവ് അല്ലെങ്കിൽ സ്നേഹവീട് അങ്ങനെ നിരവധി പദ്ധതികളുടെ ഭാഗമായിട്ട് വീട് വെച്ച് നൽകിയ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു ഡേറ്റ അവിടെ നിന്നുണ്ട്. പക്ഷേ അതൊരു ക്രോഡീകരിച്ചൊരു ഡേറ്റ ആക്കി CPM ഇതുവരെ മാറ്റിയിട്ടില്ല. അത് CPMൻ്റെ ഒരു പരാജയമാണെന്ന് എടുത്തു തന്നെ പറയാം. ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കേണ്ടത് CPMൻ്റെ ബാധ്യതയായിരുന്നു. അതവർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. എന്തൊക്കെയായാലും CPIM അതിനൊരു ഔദാര്യമായിട്ട് കാണുന്നില്ല. അതൊരു CPM പ്രവർത്തന നിലയിൽ, ആ പാർട്ടി എന്ന രീതിയിൽ അവരുടെ കടമയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് അതിനെ അവർ കൂടുതൽ വെച്ച് വാർത്തയാക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എറണാകുളം ജില്ലയിലെ ഒരു വീട് പാലുകാച്ചിന് നേതൃത്വം നൽകിയത് മമ്മൂട്ടിയായിരുന്നു. കാരണം മമ്മൂട്ടി ആയിരുന്നു എന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടത്. അങ്ങനെ ഓരോരോ ജില്ലയിലായിട്ട് കൃത്യമായിട്ട് കണക്ക് സഹിതമാണ് 2000-ഓളം വീടുകൾ CPM വെച്ച് നൽകിയിട്ടുള്ളത്. ഈ CPM വീട് വെച്ച് നൽകിയെന്ന കാര്യം CPM പ്രവർത്തകർക്കിടയിൽ മാത്രമേ അറിയത്തുള്ളൂ. കാര്യം അവരാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പണിയെടുത്തിട്ടുള്ളത്. ശ്രമദാനവും മറ്റ് പിരിവുകളുമായിട്ട് ഓരോ ലോക്കൽ കമ്മിറ്റിയും വ്യക്തമായിട്ട് പ്ലാനോടെയാണ് വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. അത് CPMൻ്റെ പ്രവർത്തകർക്കിടയിൽ, ആ ഏരിയയിലെ പ്രവർത്തകർക്കിടയിൽ വ്യക്തമായി അറിയാം. പക്ഷേ അതിന് പുറത്തേക്ക് ആർക്കും അറിയത്തില്ല. 2000 വീട് വെച്ച് കൊടുത്തു എന്ന കാര്യം, കഴിഞ്ഞ 5 വർഷത്തിനിടെ 2000 വീട് വെച്ച് കൊടുത്തു എന്ന കാര്യം വലിയ സുപ്രധാനമായ വാർത്തയായിരുന്നു. KPCCയുടെ 1000 വീടിനെ കുറിച്ച് അറിയാവുന്നവർക്ക് പക്ഷേ CPMൻ്റെ ഈ 2000 വീടിനെ കുറിച്ച് അറിയത്തില്ല. അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് CPMൻ്റെ തന്നെ ബാധ്യതയാണ്. അത് ചെയ്യാതിരുന്നത് പരാജയമാണെന്ന് വീണ്ടും എടുത്തു തന്നെ പറയുകയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും വ്യക്തമായിട്ട് കണക്കുണ്ട്. ആ 2000 വീട് 1947 വീടുകളുടെ വ്യക്തമായ കണക്കുണ്ട്. ഓരോ ജില്ല തിരിച്ചുള്ള കണക്കുമുണ്ട്. ഇപ്പോൾ കൊടുത്ത വീടുകളുടെ ദൃശ്യങ്ങൾ ഓരോന്നോരോന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഏകദേശം 400-ഓളം വീടുകളുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വാർത്തകളും ഫോട്ടോകളും പിന്നെ മറ്റ് വെബ്സൈറ്റുകളിലും മറ്റ് വാർത്താ മാധ്യമങ്ങളും വന്ന
വാർത്താ ശകലങ്ങളുമായിട്ട് ഏകദേശം 400 വീടുകളുടെ ലിസ്റ്റ് ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് CPM സ്നേഹവീട് 2000 എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ് വരെ ഉണ്ട്. അപ്പോൾ വ്യക്തമാണ് CPM കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി സംസാരിക്കേണ്ടത് കൊടുക്കുമെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്ന കോൺഗ്രസിന് തന്നെയാണ്. കോൺഗ്രസ് ആദ്യം ഒരു 1000 വീട് പ്രഖ്യാപിച്ചിരുന്നു. ആ വീട് എവിടെയാണെന്ന് അറിയത്തില്ല. വയനാടനുബന്ധിച്ച് 230 വീട് പ്രഖ്യാപിച്ചിരുന്നു. ആ 230 വീടിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടില്ല. സംസ്ഥാനത്തെ 2 പാർട്ടികൾ, ആ പാർട്ടികൾ എങ്ങനെയാണ് തങ്ങളുടെ വാക്ക് പാലിക്കുന്നതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഉദാഹരണമാണിതെന്ന് എടുത്തു തന്നെ പറയാം. CPM ആണെങ്കിലും പറഞ്ഞ വാക്ക് അത് വ്യക്തമായിട്ട് പാലിച്ചിരിക്കുന്നു. അവർ നമ്പറൊന്നും പറഞ്ഞില്ല, എണ്ണമൊന്നും പറഞ്ഞില്ല. പക്ഷേ വ്യക്തമായിട്ട് ഓരോ ലോക്കൽ കമ്മിറ്റി ഒരു വീടെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 5 വർഷത്തിനിടെ 2000-ഓളം വീട്ടിൽ അവർ കൊടുത്തു. എന്നാൽ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ യാതൊരു അക്കൗണ്ടബിലിറ്റിയും ഇല്ല, യാതൊരു വ്യക്തമായ കണക്കുകളും അവരുടെ കയ്യിലില്ല. അപ്പോൾ ഏത് പാർട്ടിയാണ് മുന്നിൽ നിൽക്കുന്നതിനുള്ള ഏറ്റവും സുപ്രധാന ഉദാഹരണമാണ് ഈ സംഭവം എന്ന് എടുത്തു തന്നെ പറയാം. 1947 വീടുകളാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ CPM വ്യക്തമായിട്ട് നിർമ്മിച്ച് സാധാരണക്കാർക്ക് നൽകിയിട്ടുള്ളത്.